ഹലോ ഗൈസ്, പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ ഞാൻ പ്രധാനമായും 3 കോണുകളിലൂടെ നോക്കിക്കാണാനാണ് ഗൈസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും ഞാൻ നേരിട്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ആ ഒരു പ്രായത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ക്ലാസ് റൂമുകളിൽ ഞാൻ കണ്ട് പരിചയിച്ച കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആശങ്കകളൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇതിലെ ഒന്നാമത്തെ കോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവാണ്. അതായത് ആ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ, ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ മൊത്തത്തിൽ സമഗ്രമായ ഒരു സംഗതികളൊന്നും ആവില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് മാത്രം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ ഒരു ചർച്ചയിലേക്ക് വഴിതെളിയിക്കും, അല്ലെങ്കിൽ ഉള്ള ചർച്ചയിലേക്ക് കുറച്ച് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്നൊരു വിശ്വാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 14 വയസ്സുള്ള ഒരു ആൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ സുഹൃത്തിനോട് മെസ്സേജ് ചെയ്തു. ആ മെസ്സേജ് ചെയ്തത് എന്തോ തെറിവാക്കോ എന്തോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ്, അതാണ് ഇവിടെ ഒരു വിഷയമായിട്ട് വരുന്നത് അല്ലേ. ക്ലാസ് ടീച്ചർ, അതേപോലെ HM ഒക്കെ ഇതിനെ ചോദ്യം ചെയ്യുന്നു. ആ കുട്ടിയെ തല്ലുന്നു, ശിക്ഷിക്കുന്നു, ചെവി പിടിക്കുന്നു, തല്ലുന്നു, സംഗതികളൊക്കെയാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുന്നു. അതേപോലെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുന്നു, അവിടെ നിന്ന് ഉപദ്രവിക്കുന്നു. ഇതൊക്കെയാണ്. കുട്ടികളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല എന്നൊരു സംഗതി ഇപ്പോൾ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് കൂടി മനസ്സിലാക്കുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് തല്ലാനുള്ള ഒരു സംഗതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതായത് അധ്യാപകർ തല്ലലുണ്ടായിരുന്നു. അത് എല്ലാ സ്കൂളുകളിലും അങ്ങനെ സംഭവിക്കലുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, റൂൾസ് സംഗതികളൊക്കെ മാറ്റി കുട്ടികളുടെ ഭാഗത്താണ് നിയമം നിൽക്കുക. അതായത് ഈ തല്ലാനൊന്നും പാടില്ല, തല്ലിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് പണി കിട്ടും ടീച്ചേഴ്സിന്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, ആ കുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചറെ എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ, എന്നെ ഒരു 5 മിനിറ്റ് കേൾക്കുമെന്ന്. ആ കൊച്ചിനെ കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല, അവിടെയുള്ള ടീച്ചേഴ്സ് ആരും തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എൻ്റെ ഒരു ആശങ്ക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കൊച്ചിനെ വീട്ടുകാരും കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവ്, രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ്, മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, അങ്ങനെ 3 കോണിൽ നിന്നാണ് നമ്മൾ ഇതിന് നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ കോണാണ് പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം. ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഒറ്റപ്പെടൽ, ആശങ്കയെന്ന് അനുഭവിച്ചു ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കി. അതായത് നമ്മുടെ ഉള്ളിലുള്ള എമ്പതി മുഴുവൻ, അല്ലെങ്കിൽ അതിലൊരു 10% ഉപയോഗിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് സൈബർ സെല്ലിലേക്ക് ഈ സംഗതി ഫോർവേഡ് ചെയ്യും, 1.5 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, 25,000 രൂപ കൊടുക്കേണ്ടി വരും, അതായത് പിഴ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് 14 വയസ്സുള്ള ഒരു കൊച്ചിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ കൊച്ചിനിത് വീട്ടിൽ പറയാനും പറ്റൂല. വീട്ടിൽ അമ്മാവൻ ഓൾറെഡി തല്ലിയിട്ടുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ ടീച്ചർ അവിടെ തല്ലിയിട്ടുണ്ട്. ആ കൊച്ചിന് പറയാനുള്ള, കേൾക്കാനുള്ള, ആ കൊച്ചിന് എന്താണോ പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു 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 പക്വത, അല്ലെങ്കിൽ ഒരു എമ്പതി ആ ടീച്ചർ കാണിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ടീച്ചർ ഈ കുട്ടീനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കുറേ കാലമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കുട്ടികളുടെ മൊഴിയുള്ളത്. പല ടീച്ചേഴ്സ് അവരുടെ ഫ്രസ്ട്രേഷൻ ക്ലാസ് റൂമിൽ കാണിക്കുകയും കുട്ടികളുടെ മേലെ കാണിക്കുന്നത് കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ട്രോമ ഉണ്ടാക്കി കൊടുക്കുകയും ജീവിതത്തിൽ കുറേ വർഷത്തോളം, ചിലപ്പോൾ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഒരു ട്രോമ ഉള്ളിൽ വെച്ചിട്ട് അനുഭവിക്കും. ചിലവർ കെട്ടിത്തൂങ്ങി ചാവുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവലുണ്ട്. നമ്മളിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കഥകൾ പോലെ കേട്ടിട്ടുള്ളതാണ്. നമ്മളത് ഇപ്പുറത്തുകൂടെ കേൾക്കും, ഇപ്പുറത്തുകൂടെ വിടും. ഇതാണ് കാര്യം. ഈ കൊച്ച് വീട്ടിൽ വന്നിട്ട് ഇവിടെ പറയുന്നൊരു കാര്യമാണ്, ആ കൊച്ചി പലപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തലുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇതും അങ്ങനെയാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് വാതിൽ തുറന്നില്ല, ആ കൊച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആ കൊച്ചി കൗൺസിലിങ് ഡിസേർവ് ചെയ്യുന്ന ഒരാളായിരുന്നു അല്ലേ. അപ്പോൾ ഒരു കൗൺസിലിങ്ങിന് എന്തോ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആ HM പ്രധാനാധ്യാപികയൊക്കെ പറയുന്നതായിട്ട് വാർത്തയിലൊക്കെ, ന്യൂസ് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കൊച്ചിൻ്റെ അവസ്ഥ. ഇനി ടീച്ചർമാരുടെ ഭാഗത്തുള്ള ഒരു കാര്യം നോക്കാം. ഒന്നാമത്തെ കാര്യം, ടീച്ചർമാർക്ക് എന്ത് സ്കിൽസാണ്
ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കൊച്ചിനെ കേൾക്കാനുള്ള ഒരു 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 ടെൻഡൻസി ഒരു ടീച്ചറിനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നതെന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ വേറൊരു രീതിയിലൊക്കെ എടുക്കാം. പ്രാക്ടിക്കൽ ലൈഫിൽ ടീച്ചർമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അസുഖങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ പീരിയഡ്സിൻ്റെ സമയം മൂഡ് സ്വിങ്സ് ആയിരിക്കാം, ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം ഒക്കെ. അപ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ സോക്കോൾഡ് ടീച്ചർക്കും ഉണ്ടായിരിക്കും, ആ ജോലി ചെയ്യുന്ന ടീച്ചർക്കും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ടീച്ചർ ഇപ്പോൾ മെഷീനൊന്നല്ലല്ലോ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്താലും ആ കൊച്ച് ചോദിച്ചുള്ള ഒരു കാര്യം ഇതാണ്, ഒരു 5 മിനിറ്റ് ടീച്ചറെ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുമോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ലിസൺ ചെയ്യുമോ എന്നാണ്. ലിസണിങ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ടീച്ചറിനെ നമുക്ക് ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റൂല. അപ്പോൾ പല ആളുകളുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അപ്പോൾ അവർ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടൊക്കെയാണല്ലോ ഇതിന് വരുന്നത്. അപ്പോൾ ഒരു കൊച്ചിനെ ഒരു മനുഷ്യജീവിയായിട്ട് കരുതാത്ത ഒരു ടീച്ചറിനെ നമുക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളൊരു സംഗതി ഉണ്ട് കേസ്. ഇതിൻ്റെ വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ മനുഷ്യരായതുകൊണ്ട് ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കേൾക്കൂല അങ്ങനെ ചാഠ്യം പിടിക്കുന്ന ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് അപ്പോഴത്തെ ഒരു ടെമ്പറിൽ, അപ്പോഴത്തെ ഒരു പ്രഷറിൽ, അപ്പോഴത്തെ വൈകാരികമായ ഒരു അവസ്ഥയിലൊക്കെ. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായ കാര്യങ്ങൾ പെട്ടെന്ന് അപ്പോഴത്തെ ഒരു അരമണിക്കൂർ കൊണ്ട് സംഭവിച്ചൊരു കാര്യമല്ല അത്. ആ കൊച്ചിനെ ക്ലാസ് റൂമിൽ നിന്ന് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇട്ടിട്ട് ചീത്ത പറഞ്ഞു, അതേപോലെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി, അതേപോലെ തന്നെ കുറേ നേരം ശാസിച്ചു, കുറേ സമയം എടുത്തിട്ടാണ് സംഗതികൾ. അപ്പോൾ ആ കൊച്ചിനൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ കൊച്ചിന് തോന്നില്ല എന്നെ കേൾക്കാനും ആൾക്കാരുണ്ടെന്ന്. ആ കൊച്ചനുഭവിച്ച ഒരു 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 ലോൺലിനെസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനത് പറഞ്ഞു വരണത് നമ്മുടെ ചെറിയ പ്രായത്തിൽ, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലും ഇപ്പോൾ വീട്ടിലൊന്നും ഒരു ഹോം, മറ്റുള്ള പലരും ഇങ്ങനെ പറയുന്നത് വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗ്ഗമാണ്, കോപ്പാണ്, എല്ലാവർക്കും അങ്ങനെയൊന്നല്ല. നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചോളം വീട്ടിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആയിരുന്നു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വീട്ടിൽ നമുക്ക് ഈ കെയറൊന്നും കിട്ടില്ല, അപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, എനിക്കവിടെ നല്ല കുറച്ച് അധ്യാപകരുണ്ടായിട്ടുണ്ട്, നല്ല കുറച്ച് അധ്യാപകർ. അതായത് എന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും ഏകദേശം അങ്ങനെയാണ്, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു മാത്രം. എനിക്ക് ഭയങ്കരമായിട്ട് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരുന്നു. അതായത് എന്നെ കേൾക്കാൻ ആൾക്കാരില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ സ്നേഹിക്കപ്പെടേണ്ട മനുഷ്യനല്ല എന്ന് വരെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് മാറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇതെൻ്റെ റിലേഷൻഷിപ്പുകളിൽ, സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഈ സാധനം ഇങ്ങനെ നിഴലിച്ച് വന്നിരുന്നു. അപ്പോൾ സ്കൂളുകളിൽ കുട്ടികളെ കേൾക്കാനുള്ള അധ്യാപകരുണ്ടാവുക എന്നുള്ളത് ഒരു 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 നെസസിറ്റിയാണ്. അപ്പോൾ അതിനും കൂടിയാണ് ആ ടീച്ചേഴ്സിന് അവിടെ ഉള്ളത്. പിന്നെ എന്ത് തേക്കാണ് ടീച്ചേഴ്സ് അവിടെ ഉള്ളത്? അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, കാട്ടുകുളം സ്കൂളിലൊക്കെ, ഞാൻ കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് 10ാം ക്ലാസ് വരെ. അപ്പോൾ അവിടെ എന്നെ എന്താ പറയുക, നമുക്കൊരു ചേച്ചിയുടെ കെയർ തരുന്ന, അല്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ കെയർ തരുന്ന കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്കെന്താ വെച്ചാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ആളുകളോട് സംസാരിക്കാണ്ട് മാറി നിൽക്കുക, ഒറ്റയ്ക്ക് ദുരിതം അനുഭവിക്കുക, സങ്കടപ്പെടുക, ടെൻഷൻ അടിക്കുക, അതൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. പല രീതിയിൽ ആൾക്കാർ നമ്മളെ ബോഡി ഷെയിം ചെയ്തിരുന്നു, എന്നെ ബോഡി ഷെയിം ചെയ്തിരുന്നു, അതേപോലെ ഒറ്റപ്പെടുത്തിയിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഇമോഷണലായ ആണുങ്ങളെ സംബന്ധിച്ചോളം, ഫീലിംഗ് ടൈപ്പ് ആൺകുട്ടികളെ സംബന്ധിച്ചോളം ഭയങ്കര പ്രശ്നമാണത്, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പൊതുവേ ടോക്സിസിറ്റി ഉള്ള ഒരു സമൂഹത്തിൽ ഒരു ഫീലിംഗ് ടൈപ്പ് ആയ HSB ഹൈലി സെൻസിറ്റീവായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, ഇവിടെ മാനസികമായിട്ട്, സൈക്കോളജിക്കലായിട്ട്, വൈകാരികമായിട്ട് തളർന്ന ഒരവസ്ഥയിലുള്ള ഒരു കുട്ടിയെ കേൾക്കാൻ ഒരു ടീച്ചർ തയ്യാറാവുന്നില്ല എന്നാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ ടീച്ചർമാർക്ക് കിട്ടുന്ന ട്രെയിനിങ് കൊണ്ടൊക്കെ എന്താ ഗുണമുള്ളത്? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ടീച്ചർമാരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളുടെ അപര്യാപ്തത ഒന്നായിട്ട് അവിടെ എടുക്കാം. കോഴ്സുകളുടെ അപര്യാപ്തത എന്നല്ല, അതിൻ്റെ ഒരു ഇൻസഫിഷ്യൻസി, കുറച്ചും കൂടി കാര്യങ്ങൾ ആ കോഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അത് ഒന്നുകൂടി എൻറിച്ച് ചെയ്യണം ആ കോഴ്സിനെ എന്നുള്ളൊരു സംഗതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കില്ല. ഈ ട്രെയിനിങ്ങൊക്കെ എന്തിനാണ് കൊടുക്കണത്? ഇവർ വെറുതെ വഴിപാട് ഒരുക്കാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യണം. കുട്ടികളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ പാരൻസിനോട് അധികം സംസാരിക്കുന്നില്ലായിരിക്കാം. PTA മീറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ കുട്ടികളൊക്കെ കേൾക്കാൻ തയ്യാറാവുക, പാരൻസ്, കുട്ടികൾ, ടീച്ചേഴ്സ്, ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഒരു ടീച്ചർ ഒരു കുട്ടീനെ കേൾക്കാൻ തയ്യാറാവാതിരിക്കുക എന്നുള്ളൊരു സംഗതി. മൂന്നാമത്തെ ഇവിടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, ഇത് വലിയൊരു വീഡിയോ ആയിട്ട് മാറേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് റഷ് ചെയ്ത് ഇങ്ങനെ പോണത്. ഓക്കെ, മൂന്നാമത്തെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസിൻ്റെ ആംഗിളാണ്. ഒരു കാര്യം ആലോചിച്ചു കേട്ടോ,
ആ കൊച്ചിനിങ്ങനെ സൈക്കോളജിക്കലായി ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇമോഷണലായ ഒരു വിഷയമുണ്ട് എന്നുണ്ടെങ്കിൽ എന്നിട്ട് ആ കൊച്ചിനെ പിടിച്ച് തല്ലുകയാണോ ചെയ്യുക? ആ കൊച്ചിന് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ പാരൻസ് തന്നെ ഇടപെട്ടിട്ട് ടീച്ചറെ ആ കൊച്ചിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിക്കൊന്ന് ഡീൽ ചെയ്യണം, അല്ലാണ്ട് ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറയാനുള്ള ബോധമില്ലേ? അതേപോലെ തന്നെ ആ കൊച്ച് വാതിലടച്ചിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് മുമ്പ്, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പാരൻസിൻ്റെ തലക്ക് ഓളമില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് കൂടിപ്പോകും കഴിച്ചേ. ആ കൊച്ച് മരിച്ചപ്പോൾ ഇവിടെ ആർക്കാ നഷ്ടമുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളുകാർ ഇതൊക്കെ മറക്കും, ടീച്ചേഴ്സും ഇത് മറക്കും, പുതിയ കുട്ടികൾ വരും അടുത്ത വർഷം. ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ, കുറേ വെല്ലുവിളികൾ, കുറേ പ്രശ്നങ്ങൾ, കുറേ സന്തോഷങ്ങൾ, കുറേ സെലിബ്രേഷൻസ്, ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇത് ആളുകൾ മറക്കും. ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് മറക്കും. അതുപോലെ വീട്ടുകാരായാലും കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊക്കെ മറക്കും. എല്ലാവരും ഇപ്പോൾ കുടുംബത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാ കാലത്തും അയാളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേസേ? ആ കൊച്ചിന് പോയി, അതാണ് അവിടെ കാര്യം. ആ കൊച്ചിന് പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലൈഫിൽ കാര്യമായി ഒറ്റപ്പെടൽ അനുഭവിച്ച കുട്ടികളാണ് ഭാവിയിൽ ഒരുപാട് പേരുടെ ഒറ്റപ്പെടലുകളും വിഷമങ്ങളും മാറ്റാൻ ഉതകുന്ന രീതിയിൽ ഊർജ്ജമുള്ള, എമ്പതിയുള്ള, ദയയുള്ള ആളുകളായിട്ട് പലപ്പോഴും മാറാറുള്ളത്. നമ്മൾ എത്ര ആളുകളെ കുറിച്ച് സംസാരിക്കുന്നു, ക്ലാസ് റൂമുകളിൽ എത്ര കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, അബ്ദുൽ കലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഐൻസ്റ്റീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, മദർ തെരേസയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ കുറേ ആളുകളെ കുറിച്ച് പറയുന്നു. എത്ര കഥകളും കവിതകളും സാഹിത്യം പഠിപ്പിക്കുന്നു, നാടകം, സിനിമ. ഇതിലൊന്നും മനുഷ്യരെക്കുറിച്ചല്ലേ ഡീൽ ചെയ്യണത്. അതാണ് മനസ്സിലാവാത്തത്. ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സംഗതി ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ വേണ്ടത്ര കെയർ കിട്ടാണ്ട്, അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ സ്വയം ചിന്തിക്കണ്ടാവും, അല്ലെങ്കിൽ അവർക്കങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും, വീട്ടുകാർ എന്നെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലെങ്കിൽ വ്യത്യസ്തയാണ്, എനിക്ക് വേണ്ടത്ര കെയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2 കുട്ടികളുണ്ട് വിചാരിക്കാം. അപ്പോൾ ചെറിയ കുട്ടി ജനിച്ചതോടുകൂടി പല കുട്ടികൾക്കും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടായിരിക്കും. പണ്ടത്തെ പോലെ കെയർ അച്ഛനും അമ്മയ്ക്കും എന്നോടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയിൽ. അപ്പോൾ ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒന്ന് ഊഹിച്ച് നോക്കി. അതേപോലെ ഈ ചെറിയ കുട്ടികളിങ്ങനെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപ ഇജ്ജ് പിഴ കൊടുക്കേണ്ടി വരും, അന്നെ ജയിലിലടയ്ക്കും 1.5 കൊല്ലം എന്നൊക്കെ പറയണമെങ്കിൽ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു സംഗതി ഒന്ന് ആലോചിച്ചു, ഒരു അരക്ഷിതാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വല്ല ശ്മശാനത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും കുട്ടികൾക്ക്. ഇത് എന്ത് ചെയ്യണം എന്നറിയണ്ട. ആ കുട്ടിയുടെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആ സുഹൃത്ത് വൈകാരികമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കേസ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്? എടാ ഇത് ഇനി നമ്മൾ കാണുന്നില്ലായിരിക്കും, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ ടീച്ചറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മാറട്ടെ. ഇത് സെൻറ്റ് ഡൊമിനിക് സ്കൂളിലും അവിടുത്തെ ആ കൊച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം സുഹൃത്തുക്കളായിട്ട് പറഞ്ഞിരുന്നു എന്നാണ്. ആ കൊച്ചുങ്ങളുടെ ഒരു പെയിനൊന്ന് അനുഭവിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിത് ചുമ്മാ ഒരു ന്യൂസായിട്ട് തള്ളിക്കളയേണ്ട ഒരു സംഗതിയല്ല. എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണം. അല്ലാണ്ട് ചുമ്മാ ഒരു ന്യൂസ്, ഒരു കുട്ടി മരിച്ചു, ആ സ്കൂളിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി, കഴിഞ്ഞു. ഇത് സംഭവിക്കാണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരാൾക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കേൾക്കുക എന്നുള്ളതാണ് ടീച്ചർമാരുടെയും വീട്ടുകാരുടെയും കൂടെയുള്ള സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും മനുഷ്യരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രധാനമായ ഉത്തരവാദിത്തങ്ങളിലൊന്ന്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ, നമുക്കുള്ള പോലെ തന്നെ അവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ആരും കേൾക്കാനില്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താ? അതിനിടയിൽ നമുക്കൊരു ഭീഷണിയോ അതുപോലെ നമ്മളെ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹ്യൂമൺ ഇൻ്ററാക്ഷൻ, ഹ്യൂമൻ കണക്ഷൻ നമ്മൾ ആഗ്രഹിക്കൂലേ? അതുപോലെ ആ കൊച്ചിന് മനസ്സിലായി ഉണ്ടാവില്ലായിരിക്കും ഇത് പ്രാക്ടിക്കലി ഇങ്ങനെ സോൾവ് ചെയ്യും. ചിലപ്പോൾ ആ കൊച്ചൊരു 5 മിനിറ്റ് ചോദിച്ചത് സോറി പറയാനായിരിക്കും, ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കരയാനായിരിക്കും. ഇത് പറയുമ്പോഴേ ചോദിച്ചാൽ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്, മറ്റേ കുമ്പളങ്ങി നൈറ്റ്സിൽ മാറ്റുവാൻ സൗബിൻ പൊട്ടിക്കരയുന്ന സീൻ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്? അവൻ മറ്റവനോട് പറയില്ലേ, അവൻ്റെ അനിയനോട് പറയില്ലേ, എടാ എനിക്ക് എൻ്റെ കൈ വിട്ട് പോയി തോന്നുന്നു, എനിക്ക് എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു. ആശുപത്രി കൊണ്ടുപോയിട്ട് മറ്റേ സൈക്കോളജിസ്റ്റിനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ കരയുന്ന സീനൊന്നും ഓർത്ത് കേസ്. നിങ്ങൾ സൗബിൻ അവിടെ കാണുന്ന സമയത്ത് ഇപ്പോൾ പലർക്കും അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ തല്ലണൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചു നിങ്ങൾ? അപ്പോൾ അവൻ നിൽക്കുന്ന ഒരു അവസ്ഥ ശ്രദ്ധിച്ചു നിങ്ങൾ? പലരും പലരുടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പല ആളുകളുടെയും ഒരു എന്താ പറയുക, അവരുടെ ഒരു ഫേസ് കണ്ടിട്ട് എക്സ്പ്രഷൻ ഇല്ലാത്ത രീതിയിലുള്ള നിൽപ്പ് കണ്ടിട്ട് നീ ജാടയാണ്, അഹങ്കാരിയാണ്, നീ നശിച്ചു പോകുന്നൊക്കെ അങ്ങനെയൊക്കെ ശപിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ടീച്ചേഴ്സ് പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ വലിയൊരു അപകടം.
അത്രയും പരിതാപകരമായ ഒരു ദുഷിച്ചൊരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകൾ എന്താ പറയുക, വീടിനേക്കാൾ ബെറ്ററായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും എന്ന് വിശ്വസിച്ച് പഠിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഒരു കുട്ടി സ്കൂളിലൊരു കുട്ടി, ആ കുട്ടീനെ ആ സ്കൂളിലെ ടീച്ചർ കേട്ടില്ല, പാരൻസ് കേട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേ, എനിക്കൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു വെച്ചാൽ എൻ്റെ വീട്ടുകാരെന്നെ കെയർ ചെയ്തില്ലെങ്കിലും എൻ്റെ സ്കൂളിലെ കുറച്ച് ടീച്ചേഴ്സ്, ഇവരിലുണ്ടാവുന്ന കുറച്ച് ടീച്ചേഴ്സ് എന്നെ എന്താ പറയുക കൂടെ നിർത്താനും ചേർത്ത് നിർത്താനും ഉണ്ടാവും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു കേസ്. അങ്ങനെയാണ് ഓരോ ദിവസം എണീറ്റിരുന്നത്. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. സ്കൂളിലെ അരക്ഷിതാവസ്ഥ, വീട്ടിലെ അരക്ഷിതാവസ്ഥ, ആ കുട്ടി പിന്നെ എന്ത് ചെയ്യും? ആ കുട്ടി ഇങ്ങനെയുള്ള കുട്ടികൾ വേറെ എന്താ പറയുക ക്രൂരമായ രീതിയിലുള്ള പല ചൂഷണങ്ങൾക്കും അല്ലെങ്കിൽ എന്താ പറയുക വളരെ ബാഡായിട്ടുള്ള കൂട്ടുകെട്ടുകളിലേക്കും പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഗൈസ്. ഞാൻ ഈ അർജുൻ്റെ കാര്യമല്ല പറഞ്ഞത്. കേൾക്കാൻ ആളില്ലാണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ എന്താ പിന്നെ ക്ലാസ്സിൽ സ്കൂളുകളിൽ എന്താ ചെയ്യണത്? അതാണ് മനസ്സിലാവാത്ത കേസ്. വീട്ടുകാരെന്താ ചെയ്യണത്? അപ്പോൾ അവർക്ക് ഇതിനേക്കാൾ വിലപ്പെട്ട പലതാണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അധ്യാപികയോ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത്, അങ്ങനെ എടുക്കാം ആരും ആയിക്കോട്ടെ, ജെൻഡറൊന്നും നമ്മുടെ വിഷയമല്ല. ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് സ്വന്തം മക്കളെ പോലെ തന്നെ കുട്ടികളെ കാണും എന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ അവിടെ ഇരിക്കേണ്ടതായിരിക്കും അല്ലേ. അതിലെല്ലാം പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം ഇഷ്ടം പോലെയാണ്, വളരെ കൂടുതലാണ്, അത് വേറെ കാര്യം. പക്ഷെ മിനിമം അവർക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു സംഗതികളുണ്ടായിരിക്കും, ഒരു പ്രവണത ഇങ്ങനെ ടീച്ചേഴ്സ് കാണിക്കുന്നുള്ളൊരു സംഗതി ഉണ്ടാവില്ലേ. എന്തായാലും ഇത് വേറൊരു വാർത്ത കൂടിയായിട്ട് ചുമ്മാ നമ്മൾക്ക് എന്താ പറയുക, ചുമ്മാ ചർച്ച ചെയ്തിട്ട് വിടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മാസങ്ങളുടെ വ്യത്യാസത്തിൽ ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ്. ഒന്ന് ഡൊമിനിക്കിൽ, അതേപോലെ തന്നെ രണ്ടാമത് ഇത് രണ്ടും എൻ്റെ ജില്ലയിലാണ്. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ ഞാനിപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുന്ന കുറച്ച് ആളുകളുണ്ട്. വിനീത ടീച്ചർ, 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർ, അതുപോലെ തന്നെ ശ്രീദേവി ടീച്ചർക്ക് ഭയങ്കര സ്വന്തം മോനെ പോലെ ഭയങ്കര കെയറിങ് ആയിരുന്നു, ഭയങ്കര കെയറിങ്. ഞാൻ എന്താ പറയുന്നത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടാണ് ഒരു കൊല്ലം തള്ളി നിൽക്കുകയായിരുന്നു. അതായത് യൂണിഫോം വാങ്ങാൻ കാറ്റില്ലാണ്ട് അത് കീറി പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അവസാനം ഒരു കറുപ്പ് ഷർട്ട് ഇട്ടിട്ടാണ് സ്കൂളിൽ പോയായിരുന്നത്. അത് കീറുകയും ചെയ്തിട്ട് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ ഒന്നുമില്ല, ഭക്ഷണം വീട്ടിൽ കാര്യമായിട്ട് കിട്ടാണ്ട് ഭയങ്കര എല്ല് തോലിയായിട്ടുള്ള ഒരവസ്ഥയൊക്കെ ആയിരുന്നു. അതുപോലെ കെയർ കിട്ടാണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ കള്ളു കുടിച്ചിട്ടുള്ള ഒരവസ്ഥ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള, ഞാനൊക്കെ വിചാരിച്ചു എന്നോ നശിച്ചു പോകുന്നുള്ളൊരവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ എന്നോ കെട്ടി തൂങ്ങി ചാവുന്നു. ഭയങ്കര സൂയിസൈഡൽ ടെൻഡൻസി, അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും ധൈര്യമില്ലാത്തൊരവസ്ഥ. എല്ലാവരും ഇങ്ങനെ സന്തോഷിച്ച് അർമാദിച്ച് ആഘോഷിച്ച് നടക്കും. നമുക്ക് പേടിയാണ് ഓരോ ദിവസവും, ഇന്ന് രാത്രി എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തെ എങ്ങനെ അതിജീവിക്കും. സന്തോഷം എന്നൊരു സാധനം കാര്യമായിട്ട് അനുഭവിച്ചിട്ടില്ല. ഭയങ്കര പേടി, ഈ സമയം സ്ട്രെസ്ഡ് ആയിരുന്നു. അതുപോലെ ഇപ്പോഴും ശരീരം ഇങ്ങനെ ചൂടുള്ള പോലെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു കേസ്. അതുപോലെ എലി പുന്നല് കണ്ടമാതിരി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് തന്നെ, എലി പുന്നല് കാണുമ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ഒരു വല്ലാത്തൊരു എക്സ്പ്രഷനോട് കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത് കേസ്. വലിയ കുറേ ഭൂരിഭാഗം പേര് കളിയാക്കുകയാണ് ചെയ്തത്. നമ്മളെ ചേർത്ത് നിർത്തിയിരുന്ന വിരലിലുണ്ടാവുന്ന കുറച്ച് ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, കുട്ടികൾക്കായിക്കോട്ടെ, ടീച്ചേഴ്സിനായിക്കോട്ടെ, പാരൻസിനായിക്കോട്ടെ, നാട്ടുകാർക്കായിക്കോട്ടെ, ആർക്കും ആയിക്കോട്ടെ, ഒരു കാര്യം മനസ്സിലാക്കുക, വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഗതിയിലുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേറൊരാൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കേൾക്കാനും പറ്റുന്ന പോലെ അതിൽ ഇടപെട്ടിട്ട് പ്രാക്ടിക്കലി ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ആളുകളെ ചേർത്ത് നിർത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അല്ലാണ്ട് നമ്മളിപ്പോൾ ഇങ്ങനൊരു സംഗതി, ഒരു മരണം നടന്നു അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നു, അപ്പോൾ ഒരാളെ ശിക്ഷിച്ചു, അതോടുകൂടി പ്രശ്നം തീരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേസ്. ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ ഒരാളെ ശിക്ഷിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എല്ലാ തെറ്റും കൂടി ആ ടീച്ചറെ മണ്ടയ്ക്കാൻ ഇട്ടെടുത്തിട്ട് അതിൽ മാത്രം കാര്യമില്ല. ഇത് നമ്മളെല്ലാവരും ഇതിൽ തെറ്റുകാരാണ്. ഒരാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാത്ത, മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് ആളുകളെ ജഡ്ജ് ചെയ്യുന്ന, അതേപോലെ ഒരു വെറുപ്പിൻ്റെ അല്ലെങ്കിൽ സ്നേഹമില്ലായ്മയുടെ ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്ന എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്നാണ് കേസ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എന്തായാലും സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയുക കൊലപാതകങ്ങൾക്കുള്ള സ്ഥലങ്ങളായി പോവുക എന്നുള്ളത്
ഒരു സമൂഹത്തിനെ തന്നെ ഒരുപാട് അപകടത്തിലാക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് എനിക്കിതിൽ അവസാനത്തെ ഒരു വാചകമായിട്ട് പറയാനുള്ളത്.